السلام عليكم ورحمة الله. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم وما توفيقي إلا بالله عليه توكلت وإليه أنيب. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 34 വർഷമായിട്ട് കേരളത്തിൽ സജീവമായി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ജിന്നുബാധയും സിഹറും കണ്ണേറ് പോലുള്ള വിഷയങ്ങൾ. ഇതിൽ ഇപ്പോഴും സമൂഹത്തിൽ വലിയ പണ്ഡിതന്മാരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ആ സംഘടനയുടെ ആളുകൾ മനസ്സിലാക്കുന്ന പണ്ഡിതന്മാർ ഇപ്പോഴും വിവരദോഷം തന്നെ, ഇഗ്നോറൻസ് തന്നെ, ജഹാലത്ത് തന്നെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. 34 വർഷമായിട്ട് ഈ വിഷയം പഠിക്കാൻ പറ്റാത്ത ഒരാൾ എന്തിനാണ് എന്താ അവരോട് നമ്മൾ പറയുക? ഒന്നും പറയണ്ട. കാരണം പലപ്പോഴും ഇനി ആൻസറില്ല, ഇനി മൗനമാണ് ആൻസർ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനം നയിക്കുന്ന ജനങ്ങളെ നയിക്കുന്ന ആളുകൾ, അതും ഇതിൻ്റെ പേരിൽ ഇമാമത്ത് നടത്തി അതിൻ്റെ ശമ്പളം വാങ്ങി അത് തിന്നുന്ന ആളുകൾ, ഈ ജനങ്ങളെ കളവ് തന്നെ പറഞ്ഞ് പ്രചരിപ്പിച്ച് പഠിപ്പിച്ച് വിടുന്ന, ഇതിൻ്റെയൊക്കെ ഉഹ്റവിയായ ഗൗരവം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഡോക്ടർ ഹുസൈൻ മടവൂർ, കേരളത്തിൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ വലിയൊരു നവോത്ഥാന നായകനായിട്ട് കാണുന്നു. നല്ലൊരു സ്വഭാവ പെരുമാറ്റത്തിൻ്റെ ആളാണ് അദ്ദേഹം, സംശയമൊന്നുമില്ല. നമ്മളെ വേറെ കുറേ ആളുകളുണ്ട്, അതുപോലെയല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇത്തരം വിഷയത്തിലുണ്ടാകുന്ന വിവരക്കേടുകൾ അത് ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അത് കുറേ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് നടക്കാം. പക്ഷേ ജനമധ്യത്തിൽ ഇറങ്ങി വഴി തെറ്റിക്കുമ്പോൾ അറിഞ്ഞ സത്യം മൂടി വെക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മൾ പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്. ഇതേപോലുള്ള ആളുകളുടെ ജഹാലത്ത്, ഇഗ്നോറൻസ് എന്താണെന്നുള്ളത് തെളിവ് നിങ്ങളുടെ മുമ്പിൽ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വാദം ഒന്ന് കേട്ടോളൂ. ഖുർആനിൽ പരലോകത്ത് പലിശ ഭുജിക്കുന്ന ആളുകൾ അവര് ജിന്നുബാധയേറ്റ് അവർ മറിഞ്ഞു വീണ ആളുകളെ പോലെ ആയിരിക്കും എന്നൊരു പ്രയോഗമുണ്ട്. ഒരു ഹദീസിൽ മനുഷ്യന്റെ രക്തം ഒഴുകുന്ന സ്ഥലത്ത് കൂടെ ഷെയ്ത്താൻ ഒഴുകും എന്ന ഒരു ഹദീസുമുണ്ട്. ആ പറഞ്ഞത് അത്രമാത്രമേ നമുക്കറിയൂ. തന്നെ വിശ്വസിച്ചാലും മതി. അത് വലിച്ചു നീട്ടി അതിന് വ്യാഖ്യാനം നൽകിയിട്ട് എല്ലാ മനുഷ്യനിലും ജിന്ന് പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞു പരത്തിയപ്പോൾ അതിന്റെ ദുരന്തം നാം കണ്ടു. മനുഷ്യരുടെ രക്തത്തിലൂടെ ഷെയ്ത്താൻ ഒഴുകുമെന്ന് പറഞ്ഞെടുത്ത് തന്നെ പറയുന്നുണ്ട്, മനുഷ്യന്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടാക്കും എന്ന്. ഇതിന്റെ അപ്പുറത്തെ ഗൈബിയായ കാര്യങ്ങൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ, ഖുർആനിലും സുന്നത്തിലും പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് പറയാൻ നമുക്കാർക്കും യാതൊരു അധികാരവുമില്ല. നമുക്കാർക്കും യാതൊരു അധികാരവുമില്ല. ശരിയാണ്. കാരണം അത് വിവരമുള്ള അധികാരമാണ്. അത് വിവരമുള്ള അധികാരമാണ്. വിവരമുള്ള അധികാരമുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിനും സുന്നത്തിനും വ്യാഖ്യാനം നൽകുവാൻ അധികാരപ്പെടുത്തിയ ആള് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂല് പഠിപ്പിച്ച മുഫസ്സിരീങ്ങൾ, അതിൽ നിന്ന് പകർത്തി പഠിച്ചു പോകുന്ന സ്വഹാബത്തും താബികളും തബികളൊക്കെയാണ്. അതുകൊണ്ട് നമുക്കാർക്കും അധികാരമില്ല. ശരിയാണ്, വിവരമുള്ളവർക്ക് അധികാരമുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, അധികാരമുള്ളവർ പറയട്ടെ, അധികാരമില്ലാത്തവർ പറഞ്ഞത് നമുക്ക് തള്ളാം. നമ്മളെ മൊല്ലാക്കന്മാർ പറഞ്ഞത് നമുക്ക് തള്ളാം. ഈ ചെറിയ മുണ്ടത്തിന്റെ പരിഭാഷയും അമാനുവലവിന്റെ തഫ്സീറൊക്കെ വായിച്ച് പ്രസംഗിച്ച് നടക്കുന്ന മൊല്ലാക്കന്മാരെ നമുക്ക് തള്ളാം. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാര്, ലോകത്തറിയപ്പെടുന്ന ഇമാമികള്, സുബ്ഹാനക യാ അലീം, അത്തരം ആളുകളുടെ മുമ്പിൽ ഇവരൊക്കെ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇവരൊക്കെ ഇവരെവിടുന്ന് പഠിച്ചു, അവരെവിടുന്ന് പഠിച്ചു നിങ്ങൾക്ക് അറിയില്ലേ? യെസ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഫോർ എക്സാമ്പിൾ 200ഓളം പണ്ഡിതന്മാരിൽ ഇരുന്ന് പഠിച്ച ആളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. 200ഓളം പണ്ഡിതന്മാർ, അന്ന് ലോകത്തുള്ള ഫേമസ് ആയിട്ടുള്ള 200ഓളം പണ്ഡിതന്മാർ ഇരുന്ന് പഠിച്ചവരാ. നമ്മളെ പണ്ഡിതന്മാരോ, ഇപ്പൊ ഇദ്ദേഹത്തെ പോലെ ആളുകൾ 200 അല്ല, ചിലപ്പോൾ 2000 പണ്ഡിതന്മാരൊന്നും പഠിച്ചിട്ടുണ്ടാവും. അതെന്ത്? നമ്മുടെ നാട്ടിലെല്ലാവരും കയറി ഇങ്ങനെ പ്രസംഗിക്കും.
എല്ലാവരും കയറി ഇങ്ങനെ സംസ്ഥാന സമ്മേളനം, അല്ലാത്ത സമ്മേളനം, ആ സെമിനാറും ഈ കോൺഫറൻസ് എല്ലാവരും കയറി പ്രസംഗിക്കും. അപ്പോൾ ഇവർ 200,000 ആളുകൾ ഇന്ന് ഇദ്ദേഹം പഠിച്ചിട്ടുണ്ടാവും. ഇദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ആൾ പഠിച്ചിട്ടുണ്ടാവും. ഞാനീ ഇവർ തമ്മിലുള്ള ഒരു കുറേ പണ്ഡിതന്മാരും പണ്ഡിത സമയത്തിന് അപ്പുറത്തേക്ക് ഉലമാക്കളുടെ ലോകം അത് വേറൊരു ലോകമാണ്. ഇബ്നു തൈമിയ്യ പഠിച്ച 200ഓളം പണ്ഡിതന്മാരിൽ 40 ആൾ മുഹദ്ദീസുകളാണ്. മനസ്സിലായില്ലേ? സോ ലെറ്റ്സ് ഗോ ടു സച്ച് പീപ്പിൾ. അത്തരം ആളുകളിൽ നിന്ന് ഇപ്പം ഇദ്ദേഹം പറയുന്ന ഒരു ആയത്തും ഹദീസും തന്നെയാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ തെളിവിടിച്ചത്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ തെളിവിടിച്ചു മാത്രം അല്ല വ്യക്തമായി പറഞ്ഞ സംഗതി, റസൂല് വ്യക്തമായി പറഞ്ഞ സംഗതി, അതിന് എതിരെ സംസാരിക്കുന്ന കുഫർ വരെയാണ് ഇദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ. അള്ളാന്റെ കിതാബിന്റെ മുഴുവൻ തള്ളിയാലും ഒരു ആയത്ത് തള്ളിയാലും കാഫിറാ. യെസ്, ഇതിന്റെ വാക്കല്ല, ചില മക്കൾ പറയുന്ന അള്ളാന്റെ കിതാബ് ഒരൊറ്റ ആയത്ത് തള്ളിയാൽ, ആയത്ത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം മാറ്റി പറഞ്ഞാൽ മതി. അർത്ഥം മാറ്റി പറഞ്ഞാൽ തന്നെ എന്താണ് അത് കുഫ്റാ. പറഞ്ഞു മനസ്സിലല്ലേ? അതുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ സംസാരം ഇതെന്താന്ന് നമുക്ക് നോക്കാം. യെസ്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്ന ഇദ്ദേഹം ഇവിടെ ഓതിയ ആയത്ത്, അല്ലദീന, അദ്ദേഹം ആയത്തൊന്നും ഓതിയിട്ടില്ല, ഒരു മലയാളം പറഞ്ഞിട്ടേ ഉള്ളൂ. അല്ലദീന യഖൂലുന റിബാ ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. ഇഹലോകത്ത് വെച്ച് പലിശ തിന്നുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് എണീറ്റ് വരുന്ന അവസ്ഥ അള്ളാഹ് ഉപമിക്കുന്നു. എങ്ങനെ? ഇഹലോകത്ത് വെച്ച് പിശാച് ബാധിച്ച് മറിഞ്ഞു വീഴുന്നവനെ പോലെയാണ് അവിടെ വരിക എന്നത്. ഒന്ന്, കോമൺ സെൻസിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന്, മസ് എന്ന് പറഞ്ഞ പദം അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് മറ്റൊന്ന് നമ്മളെ ടച്ച് ചെയ്യുമ്പോഴാണ് മസ് എന്ന് പറയുക. ഇപ്പം ഞാൻ എൻ്റെ കയ്യിനെ ടച്ച് ചെയ്തു, മസ് എന്ന് പറയില്ല. ഞാൻ എൻ്റെ തലയെ പിടിച്ചു, മസ് എന്ന് പറയില്ല. പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ ബോഡി നമ്മളിലേക്ക് ടച്ച് ചെയ്യുമ്പോഴാണ് മസ് എന്ന് പറയാം. സിമ്പിൾ കോമൺ സെൻസ് അത് മതി. രണ്ടാമത്തത്, മനുഷ്യന്മാരുടെ അനുഭവജ്ഞാനം ഉള്ള മനുഷ്യന്മാർക്ക് അറിയാവുന്ന ഒരു സംഗതിയെ അല്ല ഉപമിക്കുക. അതതിൻ്റെ ഒരു ഡയലക്റ്റാണ്. ഡയലക്റ്റ് മീൻസ് മന്തിക്, എന്താ പറയുക, ഡയലക്റ്റീവ് ഡിസ്കഷൻ എന്ന് പറയില്ല, ഡയലക്റ്റ്, അതൊരു തർക്കശാസ്ത്രം അതാണ്. അപ്പം ഉപമിക്കപ്പെടുന്ന വസ്തുണ്ട്. അപ്പം അങ്ങനെ ആളുകൾക്ക് അനുഭവമുള്ളൊരു സംഗതിയിലേക്കാണ് അള്ളാഹ് ഉപമ ചേർത്തി പറയുക. പറഞ്ഞു മനസ്സിലായില്ലേ? ഈ രണ്ട് കോമൺ സെൻസ് മതി, ഈ ആയത്ത് മാത്രം തെളിവ് മതി. ഇതാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഉപയോഗിച്ചത്. രണ്ട്, ഇതേ പരിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം ആര് പറയണം? അത് ചെറിയ മുണ്ടത്തിന്റെ പരിഭാഷ വായിച്ച് അമാനി മലവിന്റെ പരിഭാഷ വായിച്ച ഒരാളല്ല പറയാം. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തഫ്സീർ വായിച്ച ഒരാൾ ആ തഫ്സീറിൽ നിന്ന് പറയണം. അപ്പോൾ നമുക്ക് സ്വീകരിക്കാം. അതുകൊണ്ട് മൊല്ലമാരെ പ്ലീസ്, സോറി, വി കാനോട്ട് ആക്സെപ്റ്റ് ഇറ്റ്. കേട്ടോ, ഹിജറ 310 മരിച്ച പണ്ഡിതനാണ് ഇമാമുൽ മുഫസ്സിരീൻ എന്ന് പറയുന്ന അബൂ ജാഫർ തൊബരി. ആ തൊബരിയുടെ തഫ്സീറിൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഈ ആയത്തിനെ ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ് എന്ന് പറഞ്ഞെടുത്ത് യഅനി ബിദാലിക. യെസ്, ഡോക്ടർ ഹുസൈൻ മടവൂർ ശ്രദ്ധിച്ച് വായിച്ചോളൂ, കേട്ടോളൂ. യഅനി ബിദാലിക, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് യതഖബ്ബലുഹു ശൈത്വാനു ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് ശൈത്വാൻ യതഖബ്ബലുണ്ടാക്കുക. യതഖബ്ബൽ എന്ന് പറഞ്ഞാൽ ഡിസോസിയേറ്റീവ് ട്രാൻസ് എന്ന് പറയും സൈക്കാട്രിയിലും സൈക്കോളജിയിലൊക്കെ. ലോകാരോഗ്യ സംഘടന പുറത്തിറക്കുന്ന ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് എന്ന ഒരു രോഗങ്ങളെ ക്ലാസിഫൈ ചെയ്ത ചാർട്ടുണ്ട്. അതിന് 10ാമത്തെ വേർഷൻ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. മുമ്പുള്ള വേർഷനിലുണ്ട് അത്. അതുപോലെ പിന്നെ DSM, പിന്നെ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻസ് പുറത്തിറക്കുന്ന DSM-ലുണ്ട്. ഡിസോസിയേറ്റീവ് ട്രാൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മൈൻഡ് സ്ഥലകാല ബോധം പോകും. പക്ഷെ അവൻ അർത്ഥവത്തായിട്ടാണ് പ്രവർത്തിക്കുക. അവൻ അറിയാത്ത ഭാഷ സംസാരിക്കും, ചിലപ്പോൾ അറിയുന്ന ഭാഷ സംസാരിക്കും. ആ സംസാരിക്കുമ്പോൾ അതിൽ അക്ഷരത്തെറ്റും ഗ്രാമർ മിസ്റ്റേക്കും ഒന്നും ഉണ്ടാവില്ല. മീനിങ് ഫുള്ളായിട്ടാണ് സംസാരിക്കും, ചിലപ്പോൾ മീനിങ് ഫുള്ളായിട്ട് പ്രവർത്തിക്കും. അവൻ ആ സമയത്ത് അവൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ അത് എടുത്ത് എറിയും, അവൻ കാണുന്നതിനെടുത്ത് എറിയും, ലക്ഷ്യം വെച്ച് പോയി പോയി പിടിക്കും, മാന്തും, കടിക്കും, വലിക്കും. യെസ്, അപ്പം മീനിങ് ഫുള്ളായിട്ട് ചെയ്യും. ബുദ്ധി ഇല്ല, സ്ഥലകാല ബോധം പോയി. പക്ഷെ അവന് സ്ഥലകാലമുള്ളവനെ പോലെ അവൻ പ്രവർത്തിക്കും. അതിനെയാണ് ഡിസോസിയേറ്റീവ് ട്രാൻസ്, അതിനെയാണ് യതഖബ്ബൽ എന്ന് പറയുക.
ആ ഒരവസ്ഥയാണ് മസ്റൂ എന്ന് പറയുക. മസ്റൂ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അപസ്മാരം എന്ന് പറയും ഈ ഒരവസ്ഥയെ. പക്ഷേ ഈ മസ്റൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണം അതെവിടെ യതഹബ്ബലുഹു ശൈത്താനു, ഷെയ്ത്താനു അതിന്റെ ഫാഇൽ അത് പ്രവർത്തിക്കുന്നവൻ ഷെയ്ത്താനാണ്. ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച്. മനസ്സിലല്ലേ? അതുകൊണ്ട് വഹു അല്ലദി യതഹബ്ബതുഹു ഫയസ്റുഹു മിനൽ മസ്, പുറത്തു നിന്നുള്ള ഒരു എക്സ്റ്റേണൽ ബോഡി ബാധിച്ചിട്ടാണ് ഈ യതഹബ്ബൽ ഉണ്ടാകുന്നത്. ഓക്കെ, യഅനി മിനൽ ജുനൂൻ, അങ്ങനെ ജുനൂൻ, അങ്ങനെ ഭ്രാന്തായി. അങ്ങനെയാണ് ഈ അഹ്ലു തഹ്വീൽ ഖുർആന് വ്യാഖ്യാനം നൽകുന്ന പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചത് എന്ന് ഇമാം അബൂ ജാഫർ തബരി. ഓക്കെ, നിങ്ങൾ പറ, ഞങ്ങൾ ഈ തൊബരിയെ എടുക്കണോ അതോ ഈ അറബി മനുഷ്യകളായ കേരളത്തിലെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളെ വിശ്വസിക്കണോ? നിങ്ങളുടെ കോമൺസിനോട് ചോദിച്ചാൽ മതി. ഈ തൊബരി മുഫസ്സിറായ ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഇമാമുൽ മുഫസ്സിറിന് ഹിജറ 310 ഹിജറത്തിലെ 1400 സംതിങ് അല്ലേ, ഹിജറ 310 മരിച്ച ആ പണ്ഡിതനെ സ്വീകരിക്കണോ അതോ ഇതുപോലുള്ള മൊല്ലാക്കന്മാരെ സ്വീകരിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോ? ഈമാൻ നിങ്ങൾക്ക് സൂക്ഷിക്കണമെങ്കിൽ, നിങ്ങൾക്ക് പരലോകത്ത് ഭയമുണ്ടെങ്കിൽ, ഖുർആൻ സുന്നത്ത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ, അത് യഥാർത്ഥമായ മനസ്സിലാണെങ്കിൽ ഇതുപോലുള്ള പണ്ഡിതന്മാരെ സ്വീകരിച്ചോ. 2, ഹിജ്റ 510 മരിച്ച ഒരു പണ്ഡിതനാണ് ഇമാം ബഗാവി. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇതേമാതിരി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മിനൽ മസ് ഐ ജുനൂൻ മീൻസ് ഭ്രാന്തായവനെ പോലെ, മസ്റു റജുലു ഫഹുവ മംസൂസും ഇദാ കാന മജ്നൂനൻ, ഒരുത്തന്റെ ഉള്ളിൽ ജിന്നുണ്ടായാൽ മജ്നൂനായാൽ അവനുണ്ടാകുന്ന മംസൂസ് എന്ന് പറഞ്ഞാൽ പുറത്ത് നിന്നൊന്ന് ബാധിക്കുന്നതിനാണ് മംസൂസ്. അങ്ങനെ നമ്മളാണ് മംസൂസ് എന്ന് പറയുക. പറഞ്ഞ പോലെ ഇമാം ബഗാവി ഇതിനെ അങ്ങനെ വിശദീകരിച്ചത്. സോ ഇമാം ബഗാവിയാണ് ഞങ്ങൾക്ക് വലുത്, ഇതുപോലുള്ള മൊല്ലാക്കന്മാരാണ് ഞങ്ങൾക്ക് വലുത് ബഗാവി പോലുള്ള വ്യാഖ്യാന. ഇമാം ഖുർത്തുബി ഹിജറ 671 എഴുതിയതാ. ആ ഖുർത്തുബി ഇതുപോലുള്ള അന്നത്തെ മൊല്ലാക്കന്മാർക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ട് ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട്. എന്നാൽ ഇമാം ഖുർത്തുബിന്റെ തഫ്സീറിൽ അദ്ദേഹം പറയുകയാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത്, ഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ എന്തുണ്ട്? ദലീലുൻ, തെളിവുണ്ട്. അല, എന്തിനു മേലെ? ഫസാദിൽ ഇൻകാർ മൻ അൻകറ അസ്റഅ മിനൽ ജിഹത്തിൽ ജിൻ, പിശാച് ബാധ നിമിത്തം ഒരാൾക്ക് സറഅ് ഉണ്ടാവുക ഇല്ല എന്ന് പറയുന്ന ആളുകളുടെ ഫസാദിന് ഇതിൽ എതിരെ ഈ ആയത്തിൽ തെളിവുണ്ട്. ഫസാദിന് എതിരായിട്ട് ഇതിൽ തെളിവുണ്ട്. യെസ്, ഇനി നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇമാം ഖുർത്തുബിനെയും തൊബരിനെയും ബഗാവിയും നമ്മൾ കണ്ടു. ഞങ്ങൾ ഈ ഇതുപോലുള്ള മുഫസ്സിരികൾ എടുക്കണോ അതോ ഈ മൊല്ലാക്കന്മാരെടുക്കണോ? നിങ്ങൾ പറഞ്ഞു. അടുത്തത് ഇബ്നു കസീറിന്റെ തഫ്സീർ. അഹ്ലു സുന്നയുടെ തഫ്സീറൊക്കെ ഇതിലൊക്കെ എങ്ങനെ പറയുന്നത് മനസ്സിലല്ലേ? അതുകൊണ്ട് ഇബ്നു കസീറിന്റെ തഫ്സീർ ഹിജറ 774 ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ ശിഷ്യനായിരുന്ന ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീറിൽ ഇതേ വിഷയം പറയുന്നു. ലാ യഖൂമൂന മിൻ ഖുബൂരിഹിം, അവരുടെ ഖബറിൽ യൗമുൽ ഖിയാമത്തിൽ അവരുടെ ഖബറിൽ നിന്ന് അവർ എണീറ്റ് വരികയില്ല. ഇല്ലാ കമാ യഖൂമുൽ മസ്റഉ ഹലാ സർഅഹു വയതഹബ്ബതു ശൈത്താനു ലഹു, ഒരാൾക്ക് പിശാച് ഹബ്ബലുണ്ടാക്കുകയും അവന് ഡിസോസിയേറ്റീവ് ട്രാൻസ് ഉണ്ടാക്കുകയും ചെയ്തിട്ട് മറിഞ്ഞു വീഴുന്നവനെ പോലെയാണ് ഒരുവൻ ഖബറിൽ നിന്ന് എണീറ്റ് വരിക. ഇമാം ഇബ്നു കസീർ. ഞങ്ങൾ ഇബ്നു കസീറിനെ സ്വീകരിക്കണോ? ഇബ്നു കസീറിനും ഖുർത്തുബിയും ബഗാവിയും തൊബരിയും പറഞ്ഞു ഞങ്ങൾ ഈ അഭിപ്രായം സ്വീകരിക്കണോ ഈ മൊല്ലാക്കാന്റെ അഭിപ്രായം സ്വീകരിക്കണോ? ജനങ്ങൾ തീരുമാനിച്ചോളൂ. റൂഹുൽ മഹാനി ഇമാം ആലൂസിയുടെ തഫ്സീർ ഹിജറ 1270 മരിച്ച പണ്ഡിതനാ. അദ്ദേഹം ഇതേമാതിരി ഇല്ലാ കായിമൽ മുതഹബ്ബത്തുൽ മസ്റൂ ഫി ദുനിയ, ഒരു യതഹബ്ബലുണ്ടായ ഡിസോസിയേറ്റീവ് ട്രാൻസ് ഉണ്ടായ ഒരാൾ ദുനിയാവിൽ എണീറ്റ് വരുന്നത് പോലെയാണ് അവിടെ എണീറ്റ് വരിക. ആലൂസിയും പറഞ്ഞത് അതാണ്. പറഞ്ഞ മനസ്സിലല്ലേ? ഓക്കെ, അടുത്തത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതാവയിൽ ഹിജ്റ 241 മരിച്ച ഇമാമുസ് സുന്ന
എന്ന് ഞങ്ങൾ വിളിക്കുന്ന ആളുണ്ട്, ഇമാം അഹമ്മദ്. ഇമാം അഹമ്മദിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ നിങ്ങളായിട്ടില്ല മൊല്ലാക്കന്മാരെ. നിങ്ങളെ കുഞ്ഞാടുകളുടെ മുമ്പിലേ ഉള്ളൂ നിങ്ങൾ വലിയ സംഭവം. മുഅ്മിനീങ്ങളുടെ മുമ്പിൽ, ഇൽമുള്ളവരുടെ മുമ്പിൽ, കോമൺ സെൻസ് ഉള്ളവരുടെ മുമ്പിൽ നിങ്ങളൊരു ചുക്കുമല്ല. നിങ്ങൾ അഭിപ്രായം മാറ്റി വെക്കും കേട്ടോ. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇമാം അഹമ്മദിനെ ഉദ്ധരിച്ച് പറയണേ, ഇമാം അഹമ്മദിന്റെ മകൻ അദ്ദേഹത്തോട് ചോദിച്ചു, പാപ്പ ചില ആളുകൾ പിശാച് ശരീരത്തിൽ ബാധിക്കൂല എന്ന് പറയുന്നുണ്ടല്ലോ മോനെ, ആ ബാധിക്കൂല എന്ന് പറയുന്നത് തന്നെ എന്താ? ഈ ബാധിച്ച ജിന്ന മോനെ. അതൊരു ബാധിക്കൂല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന മല്ലാമാരുടെ ഉള്ളിൽ സാക്ഷാൽ ശൈത്താനാണ് ഈ പറയുന്നത് എന്നർത്ഥം. മനസ്സിലല്ലേ? ഞാൻ പിശാച് ബാധിക്കുക എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ആര് ബാധിച്ചിട്ടായി പറയണത്. അതുകൊണ്ട് ഇമാം അഹമ്മദ് പറയാണ്, ദാറ്റ് ഈസ് വെൽ നോൺ, മഅറൂഫുൻ, അറിയപ്പെടുന്നതാണ്. ദാറ്റ് മീൻസ് ലോകർക്ക് അറിയുന്നതാണ്, ജനങ്ങളുടെ അനുഭവജ്ഞാനവും ദൃക്സാക്ഷ്യവുമാണ്. അങ്ങനെ ബാധിച്ച ആൾ പല ഭാഷകളും, അദ്ദേഹത്തിന് അറിയാത്ത ഭാഷ പോലും സംസാരിക്കും, അദ്ദേഹത്തിന് പല ചേഷ്ടകളും കാണിക്കും. അദ്ദേഹത്തെ ആ സമയത്ത് തിരിച്ചടിക്കുകയോ മറ്റോ ചെയ്താൽ അദ്ദേഹത്തിന് അടി കിട്ടിയത് ഫീൽ ചെയ്യൂല. അതുപോലെ അവര് പലതും പിടിച്ചു വലിക്കും. ഇതാണ് പറഞ്ഞാൽ മീനിങ് ഫുൾ ആയിട്ട് പ്രവർത്തിക്കും, പക്ഷേ ബുദ്ധിയില്ല. ഈ ഒരവസ്ഥ ഇതാണ് ഇമാം അഹമ്മദ് പറഞ്ഞത്. ഒരു മുസ്ലിം ഇസ്ലാമിക പ്രമാണം എടുക്കുന്നവർക്ക് ഈ ഹുസൈൻ മടവൂരാണോ ഇമാം അഹമ്മദിനെയാണോ എടുക്കേണ്ടത്? ഹുസൈൻ മടവൂരിനെ എടുക്കണോ അതോ ഖുർത്തുബിന്റെ അഭിപ്രായം എടുക്കണോ? ഹുസൈൻ മടവൂരിന്റെ അഭിപ്രായം എടുക്കണോ അതോ ഇബ്നു കസീറിന്റെ അഭിപ്രായം എടുക്കണോ? ഹുസൈൻ മടവൂരിന്റെ അഭിപ്രായം എടുക്കണോ ഇമാം ബഗാവിന്റെ അഭിപ്രായം എടുക്കണോ? ഹുസൈൻ മടവൂരിന്റെ അഭിപ്രായം എടുക്കണോ തൊബരിന്റെ അഭിപ്രായം എടുക്കണോ? എന്നാൽ തൊബരിയും ബഗാവിയും ഖുർത്തുബിയും ഇബ്നു കസീറും ആലൂസിയും ഇമാം അഹമ്മദും എല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞ അഭിപ്രായം എടുക്കണോ? ഈ ഹുസൈൻ മടവൂരിനെ പോലെ ഒറ്റപ്പെട്ട കരിമ്പിലാക്കലും CPO പോലത്തെ ആൾക്കാർ പറഞ്ഞെടുക്കണോ? ജനങ്ങള് സാമാന്യ ബുദ്ധിയുള്ളവർ ഇനി ബാക്കിയൊന്നും പറയണ്ട. അതുപോലെ ഇമാം അശ്ശരി ഹിജറ 324 മരിച്ച പണ്ഡിതനാണ്. അദ്ദേഹം അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ, ആദ്യം അശ്ശാരെ കുറച്ച് വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, ഇമാം അശ്ശരിക്ക്. അതുകൊണ്ട് അശ്ശരി മദ്ഹബ്, ഇമാം അശ്ശരി പോലും അദ്ദേഹത്തിന്റെ ആ ചിന്തകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അശ്ശരി മദ്ഹബ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സുന്നികളൊക്കെ കൊണ്ടു നടക്കുന്നത് ഓട്ടെ. അതിനുശേഷം അദ്ദേഹം എഴുതിയ ബുക്ക്, രണ്ട് ബുക്കുണ്ട്. ഒന്ന് മഖാലാത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്നൊരു പുസ്തകം, മറ്റൊന്ന് അൽ ഇബാന എന്നൊരു പുസ്തകം. അതുകൊണ്ട് ഈ മഖാലാത്തിൽ അദ്ദേഹം എഴുതുന്നു, എന്താ അറിയോ, ഇന്ന അൽ ജിന്ന് യദ്ഖുലു ഫി ബദനിൽ മസ്റൂ കമാ ഖാല അല്ലാഹു തആല. അല്ലാഹ് ഈ പരിശുദ്ധ ഖുർആന്റെ ആയത്തിൽ പറഞ്ഞതുപോലെ ശൈത്താൻ മനുഷ്യന്റെ ശരീരത്തിൽ യദ്ഖുലു, പ്രവേശിക്കുന്നു. യെസ്, ഹുസൈൻ മടവൂരിനെ എടുക്കണോ ഇമാം അശ്ശരിയുടെ വാക്കെടുക്കണോ? ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഏകോപിച്ച് പറഞ്ഞതെടുക്കണോ? അതുപോലെ ഇതുപോലുള്ള കരിമ്പിലാക്കൽ CP ഹുസൈൻ മടവൂര് പറഞ്ഞെടുക്കണോ? നിങ്ങൾ തീരുമാനിച്ചാൽ മതി, ബാക്കി ഞാൻ പറയണ്ടല്ലോ, വേണ്ട. അതുപോലെ ഇമാം സുയൂത്തി ഹിജറ 849 മരിച്ചാണ്. ആ ഇമാം സുയൂത്തി അദ്ദേഹത്തിന് പ്രവാചക വൈദ്യം എന്ന ഗ്രന്ഥമുണ്ട്. ഡോക്ടറെ ഹുസൈൻ മടവൂര് അതൊക്കെ പോയി വായിച്ചിട്ട് വേണ്ട മനുഷ്യ ഈ പള്ളിന്റെ മിമ്പറിൽ കയറിയിരുന്നത് പറയാന്. ഈ ചെറിയ മുണ്ടത്തിന്റെ പരിഭാഷയും വായിച്ചു പോയി പറഞ്ഞാൽ എവിടിക്കങ്ങളൊക്കെ ചെറിയ മുണ്ടത്തെ പോലെ ഒരു മുണ്ടമാവും. ഒരു മുണ്ട അത്രേ ഉണ്ടാവുള്ളൂ, അതിന്റെ അപ്പുറത്തേക്കൊന്നും പോകാൻ കഴിയില്ല. അതുകൊണ്ട് പ്ലീസ് അറ്റ്ലീസ്റ്റ് മരിക്കണതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് തിരുത്തിക്കോ, എന്നാൽ പരലോകത്ത് നന്നാവും. ഇല്ലെങ്കിൽ വെറുതെയാണ് പോകുന്ന വിചാരിക്കണ്ട, വല്ലാഹി പിടിക്കും നിങ്ങളെ. കാരണം ഇമാമാണെന്നും പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ജനങ്ങളുടെ പൈസയും ശമ്പളം വാങ്ങി തിന്ന് ജനങ്ങൾക്ക് കുഫർ തന്നെ പഠിപ്പിച്ചു കഴിഞ്ഞാലും ശരിക്കിട്ട് ഇവിടെ പിടിച്ച് പിടിക്കും. പഠിച്ചോ ആയിക്കോട്ടെ, തിരുത്തണമെങ്കിൽ തിരുത്തിക്കോ. ആയിഷ റളിയല്ലാഹുവിന്റെ പിന്നെ ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ പ്രവാചക വൈദ്യം എന്ന പുസ്തകത്തിൽ പ്രവാചകന് സിഗരറ്റ് സംഭവം വിശദീകരിക്കുന്നിടത്ത് പറയാണ്, പ്രവാചകന് വിശദീകരിച്ച് പറയാണ്, ശൈത്താന്മാർക്ക് മനുഷ്യന്മാരുടെ ശരീരത്തിൽ കയറുക. അപ്പൊ നാളെ ഒരുത്തർ പ്രസംഗിക്കുക ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ആരെങ്കിലും പിശാച് സിഗറിലൂടെ പ്രവേശിക്കുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വെല്ലുവിളിക്കുന്നുണ്ട്. ഞാൻ കേട്ട് ചിരിച്ചു എന്നല്ല എന്ന് പറയണേ. ഒരു തെളിവ് കൊടുക്കാനുള്ള സമയം ഞാൻ വേസ്റ്റ് ആക്കാതെ കൊടുത്തിട്ട് കാര്യമില്ലെന്ന് മാത്രമല്ല, എന്തുകൊണ്ട് കാര്യം? ഇമാം സുയൂത്തി പറഞ്ഞോടോ സിഹിറിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ ശൈത്താൻ മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന് സിഹിർ വിശദീകരിക്കുന്നു. സിഹിർ എങ്ങനെ വലിക്കുമെന്ന് ഇമാം സുയൂത്തി വിശദീകരിച്ച പാരഗ്രാഫാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ കാണിച്ചു തരുന്നത്. അവിടെ ഇമാം സുയൂത്തി പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന വാദം, കഫം, പിത്തം, പിന്നെ അല്ലേ രക്തം, വാദം, കഫം, പിത്തം പോലുള്ള എന്താ പറയാ അതിന്റെ എന്തായാലും പറയാ ഒരു ബേസിക് കോമ്പണൻസുകൾ,
അതിൽ ഇതുകൂടി ശൈത്താന്മാർക്ക് പിന്നെ പുകയില്ലാത്ത തീയിൽ നിന്ന് സൃഷ്ടിച്ച ശൈത്താന്മാർ ഇതിൽ ഇടപഴകുന്നതിന് പ്രാപഞ്ചികമായിട്ട് തടസ്സം കാണുന്നില്ല. ദാറ്റ് മീൻസ് അത് സംഭവിക്കാം. എന്നിട്ടാണ് പറയുന്നത് ഇമാം സുയൂത്തി, അബു മൂസ അശ്അരി പിശാച്ച് ബാധയുള്ള ഒരു പിശാച്ച് ഇളകി സംസാരിക്കുന്ന സ്ത്രീ ഉണ്ടായിരുന്നു മദീനയിൽ. അവരോട് ചെന്നിട്ട് അബു മൂസ അശ്അരി ചെന്നിട്ട് സംസാരിച്ചു. സഹാബിയായിരുന്നു അദ്ദേഹം. ചെന്ന് സംസാരിച്ചു ആ ജിന്നിനോട്. ഖലീഫ ഉമർ വരാന്ന് പറഞ്ഞ സമയം ദിവസങ്ങളൊക്കെ തെറ്റി. അദ്ദേഹം എവിടെയുള്ളത്, എന്താ വാട്ട് ഈസ് ദ സിറ്റുവേഷൻ? ആ ജിന്ന് പറഞ്ഞു, ഖലീഫ ഉമർ ഇപ്പോൾ ഒട്ടകങ്ങൾ പിന്നെ ദാനമായി സദക്കയായി കിട്ടിയ ഒട്ടകങ്ങൾക്ക് അടയാളം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം വരും. ഖലീഫ ഉമർ മദീനത്ത് വന്നപ്പോൾ ചോദിച്ചു ആളുകൾ, ഖലീഫ ഉമറെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഞങ്ങൾ ഇങ്ങനൊരു സ്ത്രീയോട് ചെന്നിട്ട് അബൂ മൂസ അങ്ങനെ ചോദിച്ചു, ആ സ്ത്രീയിലുണ്ടായിരുന്ന ജിന്ന് ഇങ്ങനെ സംസാരിച്ചു. ആ സംസാരിച്ചത് ഖലീഫ ഉമർ അറിഞ്ഞപ്പം യെസ് ശരിയാണ്. അതെന്തായിരുന്നു? ഖലീഫ ഉമർ പറഞ്ഞു നിങ്ങളോട് സംസാരിച്ചതുണ്ടല്ലോ, അവൻ മുസ്ലിം ജിന്നുകളിൽപ്പെട്ട മുസ്ലിങ്ങളുടെ സന്ദേശവാഹകനായ അബൂ ഹൈസം എന്ന് പേരുള്ള മുസ്ലിം ജിന്നാണ് നിങ്ങളോട് സംസാരിച്ചത് എന്ന് ഖലീഫ ഉമർ പറഞ്ഞു. ഇത് സ്വഹാബത്തിൽ നിന്ന് വന്ന അസറാണ്. ഇതിൻ്റെ സിഹത്ത് പരിശോധിച്ച ഉലമാക്കൾ ഇത് സഹിയ എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ലോകത്ത് തള്ളാൻ പറ്റുന്നിടത്തോളം തള്ളിയ സാക്ഷാൽ ഷെയ്ഖ് അൽബാനിക്ക് പോലും തള്ളാൻ പറ്റാത്ത സംഭവം. ഷെയ്ഖ് അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസ് സഹീഹ് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഒറിജിനൽ എന്ന് വേണം ഞങ്ങൾക്ക് അയച്ചു തരാം ഡോക്ടർ ഹുസൈൻ മടവൂർ. മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഇൽമുള്ള കിതാബും സുന്നത്തും പഠിച്ചവർ ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് നിലപാടുറപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ചെറിയ മുണ്ടത്തിന്റെ പരിഭാഷ വായിച്ച്, അമാനുവലുവിന്റെ പരിഭാഷ വായിച്ച് മിമ്പർമക്കയറി തോന്നിയാസം പറയുന്നവന്മാര് വിവരദോഷമേ പറയൂ. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ തീരുമാനിക്കട്ടെ ഏതെടുക്കണമെന്നുള്ളത്. അടുത്തത് ഹിജറ 852 മരിച്ച ഇബ്നു ഹജർ അസ്കലാനിയുടെ ഫതഹുൽ ബാരി എന്ന സഹീഹ് ബുഖാരിയുടെ ശർഹുണ്ട്. അതിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഒരു അൽ മർഅത്ത് സൗദ എന്ന് പറയുന്ന ഒരു സ്ത്രീ, കറുത്ത സ്ത്രീ എന്നും വിളിക്കുക അവർ, അൽ മർഅത്ത് സൗദ, ഉമ്മു സുഫർ എന്നായിരുന്നു അവരുടെ പേര്. ആ സ്ത്രീയെ അപസ്മാരം ഇളകി വീഴും. അപ്പോൾ ഇളകി മറിഞ്ഞ് കൂവി വിളിക്കുന്ന സമയത്ത് ഇവരുടെ ഔറത്തുകളൊക്കെ കാണും. അങ്ങനെ റസൂലിനോട് വന്നിട്ട് ചോദിച്ചു, റസൂലെ എന്നെ പിശാച് ബാധിക്കുന്നുണ്ട്, ഞാൻ മറിഞ്ഞു വീഴുന്നുണ്ട്. അത് റസൂല് പറഞ്ഞു, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്, അതല്ല ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചോളാം. അപ്പൊ സ്വർഗം നീ ക്ഷമിച്ചാൽ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം മതി. എന്നാൽ എന്നെ ഇളകി മറിയുന്ന സമയത്ത് എൻ്റെ ഔറത്തുകൾ വെളിവാകുന്നുണ്ട്, അത് ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും, അത് ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് റസൂൽ പറഞ്ഞു. ഇതേ സംഭവം തന്നെ മറ്റൊരു റിവായത്തിൽ വന്നത്, ആ സ്ത്രീ വന്നിട്ട് റസൂലിനോട് പറയാണ്, ഇന്നി അഖാഫുൽ ഖബീസ അൻ യുജരിദനി, എന്നെ ആ ഹബീസ് എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇവിടെ ഉദ്ദേശിച്ചതും പറഞ്ഞതും ഷെയ്ത്താൻ എന്നെ മറിച്ച് വീഴ്ത്തുന്നുണ്ട് എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. അപ്പൊ എന്ത് പറയണം? പിശാച് ബാധിച്ചാൽ വഹിയുള്ള റസൂലിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നിനക്കത് എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന് റസൂല് തിരിച്ചു ചോദിച്ചിട്ടില്ല. റസൂൽ എന്ത് ചെയ്തു? അതിന് പ്രതിവിധിയെ പറഞ്ഞെടുത്തു, ഞാൻ ക്ഷമിച്ചോളാം, നീ ക്ഷമിക്കുകയാണെങ്കിൽ സ്വർഗമുണ്ട്, അതല്ല ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചോളാം അല്ലേ? അപ്പോ പിശാച് ബാധിക്കുക എന്നുള്ളത് എന്ന് മാത്രമല്ല, ഇബ്നു ഹജർ അസ്കലാനി അദ്ദേഹത്തിന്റെ മറ്റൊരു സ്ഥലത്ത് പിശാചുകൾ എങ്ങനെയാണ് അപസ്മാരം ഉണ്ടാക്കുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇമാം ഇബ്നു ഹജർ അസ്കലാനി അദ്ദേഹത്തിന്റെ 10ാം വാള്യത്തിൽ 114ാമത്തെ പേജിൽ വിശദീകരിക്കുന്നത് അങ്ങനെയാ, പിശാചുക്കൾ മനുഷ്യന്റെ രക്തധമനികളിൽ വായുകുമിളകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അവര് അപസ്മാരം ഉണ്ടാക്കുന്നത്. രക്തത്തിൽ വായുകുമിള ഉണ്ടായാൽ അപസ്മാരം ഉണ്ടാവും. അതുകൊണ്ട് ഇഞ്ചക്ഷൻ അടിക്കുന്ന സമയത്തൊക്കെ എയർ കുടുങ്ങാതിരിക്കാൻ നോക്കണം. പറഞ്ഞ പോലെ മനസ്സിലാലോ? എസ് ഹുസൈൻ മടവൂർ ഇവിടെ ഇബ്നു ഹജർ അസ്കലാനിയും ഇപ്പറഞ്ഞ ഉലമാക്കൾ ഒരുമിച്ച് ഏകോപിച്ച് പറഞ്ഞതെടുക്കണോ, അതോ കേവലം കോഴിക്കോട്ടൊരു പള്ളിയിലെ ഖത്തീബായ നിങ്ങൾ പറഞ്ഞതെടുക്കണോ? സോറി, എനിക്കിത് എടുക്കാൻ പറ്റുള്ളൂ, വിത്ത് ആൾ യുവർ റെസ്പെക്ട്. ഓക്കെ. മറ്റൊന്ന്, ഇമാം സഅലബി, ഇമാം ഷിബിലിയുടെ അഖാമുൽ മർജാൻ ഫി അഹ്കാമുൽ ജാൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം 158ാമത്തെ പേജിൽ ഇമാം
ഷിബിലി ഹിജറ 769 മരിച്ച പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് വൽ മഖ്സൂദ് അന്നൽ യദു പിശാച്, ഇതിന്റെ കൺക്ലൂഷൻ അദ്ദേഹം കുറെ വിശദീകരിച്ചതിന് ശേഷം പറയാം. അതിന്റെ കൺക്ലൂഷൻ അന്നൽ അൽ ജിന്ന് യദ്ഖുലു ഇതദു ഈ ജിന്നുകൾ മനുഷ്യനിൽ അതിരുകവിഞ്ഞ് പ്രവേശിച്ചാൽ അൽ ഇൻസാനി അഖ്ബർഹു അവനോട് പറയുക ബി ഹുക്കുമില്ല, അള്ളാഹുവിന്റെ വിധി, അള്ളാഹുവിന്റെ റസൂലിന്റെ വിധി, അദ്ദേഹത്തിന് അങ്ങനെ തെളിവ് സ്ഥാപിച്ചു കൊടുക്കണം, കൽപ്പിച്ചു കൊടുക്കണം. എന്ത്? നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക. ഇങ്ങനെ മനുഷ്യരിൽ കയറുന്നതും ഉപദ്രവിക്കുന്നതും തെറ്റാണ് എന്ന് ഉപദേശിച്ചു കൊടുക്കണം. അപ്പം ജിന്നുകളുമായിട്ട് നമുക്ക് ഇടപെടുവാൻ സംസാരിക്കുവാൻ ഇടവന്നാൽ അത് പിശാച് ബാധ ഉണ്ടായിട്ട് ഒരുത്തരോട് സംസാരിച്ചാലും, അതല്ല മുഅയ്യനായിട്ട് നമ്മൾ വല്ല വിളിയാളം കേട്ട് സംസാരിച്ചാലും, അതല്ല എന്തെങ്കിലും ഉപദ്രവം മറ്റുള്ള സ്ഥലത്ത് നമ്മൾ പോകുന്ന സമയത്ത് അവർ ഉപദ്രവിക്കുന്ന ഒക്കെ അടയാളങ്ങൾ കിട്ടിയാലും, യെസ് ഡോക്ടർ ഹുസൈൻ മടവൂർ, ഞാനൊരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററാണ്, ഞാൻ പാരാസൈക്കോളജിയിലാണ് PhD എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം ഒരു കേസ് ഒത്തൻറ്റിക് ആയിട്ട് പറയാനുള്ള ഭൗതിക വിജ്ഞാനമുണ്ട്, ഒതൻറ്റിസിറ്റി ഉണ്ട്. അത് വെച്ചുകൊണ്ടൊരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിലോ അത്തരമുള്ളൊരു കേസിലേക്ക് നമുക്ക് പോകണമെങ്കിലോ അത് തീർപ്പാക്കണമെങ്കിലോ നമ്മളെ കൊണ്ട് കഴിയും. ഡോക്ടർ ഹുസൈൻ മടവൂർ മിമ്പറയിലെ പ്രസംഗം വേറെ, പൊതുജനങ്ങളുടെ മുമ്പിൽ യാഥാർത്ഥ്യം വേറെ. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് പോയാൽ, ഇപ്പം പോകുന്ന സ്ഥലത്ത് ഉപദ്രവമുള്ള സ്ഥലത്ത് നമ്മൾ കയറിപ്പോകും, ചെല്ലും, ഇൻഷാ അല്ലാഹ് ചെന്നിട്ടുണ്ട്. 540 വർഷം പഴക്കമുള്ള കേരളത്തിലെ കൊട്ടാരം ഉണ്ടാകും, പണ്ടത്തെ ഇല്ലത്തിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട്. അവിടെയുള്ള ഉപദ്രവങ്ങൾ ഇതുപോലെ തീർത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹിന്റെ കിതാബും പാരാസൈക്കോളജിക്കൽ ടൂൾസും വെച്ചുകൊണ്ട്. അതുകൊണ്ട് ആധികാരികമായിട്ട് അത് പറയാൻ പറ്റും. ഇങ്ങനത്തെ പോകുന്ന സ്ഥലത്ത് നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക. കാരണം റസൂൽ ഒരു പ്രവാചകനെ അയക്കാതെ ഒരാളെ ശിക്ഷിക്കുകയില്ല എന്ന ആയത്ത്, അതുപോലെ യാ മാശറൽ ജിന്നി വൽ ഇൻസ് എന്നല്ല ജിന്നുകളെയും മനുഷ്യനെയും അഭിസംബോധന ചെയ്തിട്ടുള്ള ആയത്തുകളൊക്കെ വെച്ചുകൊണ്ട് അവരോട് അഭിസംബോധന ചെയ്യണം. ജിന്നുകളുമായിട്ട് ഇടപെടുവാൻ അവസരം വന്നാൽ നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക എന്നതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ നിലപാട്. ഇപ്പൊ 10ാമത്തെ പോയിന്റാണ് ഞാൻ എനിക്ക് കാണിച്ചത്. ഇനിതാ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ വിഷയത്തിൽ ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്, അർ-റിസാല ഫിൽ ജിന്ന് എന്ന വിഷയത്തിലുള്ള ലേഖനം. ആ ലേഖനം ഡോക്ടർ ബിലാൽ ഫിലിപ്പ്, മുസ്ലിം സമുദായത്തിന് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് സേവനം ചെയ്ത ഒരാളാണ് ഡോക്ടർ ബിലാൽ ഫിലിപ്പ്. അദ്ദേഹത്തിന് പോലെയുള്ളൊരു ലെവലിലേക്ക് എത്താൻ പറ്റുമായിരുന്നു ഡോക്ടർ ഹുസൈൻ മടവൂർ നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ സ്വഭാവ പെരുമാറ്റങ്ങൾ എക്സലൻ്റ് ആണ്. അത് ഞാൻ നിങ്ങളുമായിട്ട് നേരിട്ട് പരിചയമുണ്ട്. മദ്രാസ് MMA ഹോസ്റ്റലിൽ നിങ്ങൾ വന്നിരുന്ന സമയത്ത് നിങ്ങളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല പല ആളുകളും എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഘടകം നിങ്ങളുടെ സ്വഭാവ പെരുമാറ്റം. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ കുഫർ പറഞ്ഞാൽ സോറി, വി കാനോട്ട് ആക്സെപ്റ്റ് ഇറ്റ്. അതുകൊണ്ട് ഈ ബിലാൽ ഫിലിപ്പൊക്കെ ജനങ്ങൾക്ക് സേവനം ചെയ്തതുപോലെ സേവനം ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ എത്തുന്നൊരു വ്യക്തിത്വമായിരുന്നു നിങ്ങൾ. പക്ഷെ നിങ്ങൾ പേറിയത് ചവറുകളെ ആയതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. കോഴിക്കോട് പള്ളിയിലെ മിമ്പറിൽ നിന്ന് മേലോട്ട് പൊങ്ങാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് സഹതാപമാണ് ഒരർത്ഥത്തിൽ. കാരണം വലിയൊരു ലെവലിലെത്താൻ പറ്റിയൊരു വ്യക്തിത്വം ഒരു ചവറ് പോലെയായി ഒരു അവസാനം കുഫർ പോലെ ജനങ്ങളുടെ മുമ്പിൽ സ്പീക്കറിലൂടെ പറയുന്നിടത്തേക്ക് എത്തിയല്ലോ. അതുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ശിഷ്യനായ ഇമാം ഇബ്നു കസീറിന്റെ ഉസ്താദായ അദ്ദേഹം തിബ്ബുൻ നബവി പ്രവാചക വൈദ്യം എന്ന ഗ്രന്ഥത്തിൽ പിശാച് ബാധിച്ചവർക്കുള്ള ചികിത്സയെക്കുറിച്ച് പറയുന്നു. പിശാച് ബാധിക്കുന്ന തെളിവുകൾ വിശദീകരിക്കുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റുഖിയ ചെയ്യുകയും പിശാചുകളോട് സംസാരിക്കുകയും പുറത്താക്കുകയും ചെയ്ത സംഭവം അദ്ദേഹം സാക്ഷ്യം വഹിച്ചത് പറയുന്നു. ഞങ്ങൾ ഈ പണ്ഡിതന്മാരെ സ്വീകരിക്കണോ അതോ കേവലം നിങ്ങളെപ്പോലെയുള്ള അറബി മുൻഷികളെ സ്വീകരിക്കണോ? ജനങ്ങൾ തീരുമാനിക്കും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹി തആല അറിയാലോ. ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹം സൗദി അറേബ്യയിലുള്ള ഗ്രാൻഡ് മുഫ്തിയാണ്. ഹിജ്റ 1420 മരിച്ച പണ്ഡിതനാണ്. അറിവിന്റെ ബഹറായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹി തആല അദ്ദേഹത്തിന്റെ ഹുക്മു സിഹ്ർ വൽ കഹാന എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നതിന്റെ മലയാള പരിഭാഷപ്പെടുത്തിയ ബുക്ക് ഇവിടെ ഉണ്ട്. ആ ബുക്കിന്റെ പേജ് പിശാച് ബാധയുടെ ചികിത്സ 2 രൂപത്തിലാണ്. പിശാച്
ബാധയുടെ ലോകം അംഗീകരിച്ചത് ഇങ്ങനെയാണ്. ഹുസൈൻ മടവൂർ, നിങ്ങളെ വിവരദോഷം ജനങ്ങളെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, സ്വീകരിക്കൂല. മനസ്സിലായില്ലേ? ലുക്ക് അറ്റ് യുവർ സെൽഫ്. നിങ്ങൾ സ്വയം തിരുത്തിക്കോ, നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിക്കോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളൊക്കെ കോമൺ സെൻസിലെ ആളുകളാ, ചോറ് തിന്നുന്ന ആൾക്കാരാ. ഞങ്ങൾക്ക് ഇതുപോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ മേലെ അല്ല ഒരു കോഴിക്കോട് പള്ളിയിലെ ഖത്തീബ് പറഞ്ഞാൽ, അല്ലേ? യെസ്, പിശാച് ബാധയുടെ ചികിത്സ 2 രൂപത്തിലാണ്. ബാധയേറ്റവൻ സ്വയം ചികിത്സിക്കലാണ് ഒരിനം. അത് ഒരു ആത്മപ്രതിരോധമാണ്. മനോധൈര്യവും സൃഷ്ടിയിലുള്ള വിശ്വാസവും ഇതിനാവശ്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മെന്റൽ ഹെൽത്ത്, ഹെൽത്തി പേഴ്സണാലിറ്റി എന്ന് ഞാൻ പറയാറുണ്ട്. അതാണ് ഇവിടെ മനോധൈര്യവും സൃഷ്ടാവിലുള്ള ദൃഢവിശ്വാസം ഇതിനാവശ്യമാണ്. മനസ്സും നാവും ഒരുമിച്ചുകൊണ്ട് അവരോട് രക്ഷ തേടണം. ഇതൊരു തരം യുദ്ധമാണ്. ഒരു യുദ്ധം വിജയിക്കണമെങ്കിൽ ഏറ്റവും മികച്ച ആയുധവും അതുപയോഗിക്കാനുള്ള കായിക ശേഷിയും ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ മറ്റുള്ളത് കൊണ്ട് പ്രയോജനമില്ല. അവ രണ്ടും ഇല്ലാതായാൽ പറയേണ്ടതുമില്ലല്ലോ. ഇത്തരം മാനസിക ചികിത്സയ്ക്ക് തൗഹീദിലുള്ള ശരിയായ വിശ്വാസവും തവക്കുലും ഭയഭക്തിയും അനുപേക്ഷണീയമാണ്. 2. വിദഗ്ധന്മാരെ സമീപിച്ചുകൊണ്ടുള്ള ചികിത്സയാണ് രണ്ടാമത്തെ ഇനം. ചികിത്സകരും മുകളിൽ പറഞ്ഞ ഗുണമുള്ളവരായിരിക്കണം. ശ്രേഷ്ഠരായ ആളുകളിൽ ചിലർ ജിന്നുകളോട് പുറത്തു പോകൂ എന്നോ ബിസ്മില്ല എന്നോ പറയുമ്പോഴേക്ക് അവരുടെ ആജ്ഞാശക്തിയിൽ ജിന്നുകൾ പുറത്തു പോയ അനുഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന റസൂലുള്ളാഹി ഉഖ്റജ അദുവല്ലാഹ്. യെസ്, പിശാച് ബാധിച്ച ആൾക്ക് റസൂൽ തന്നെ ചികിത്സിച്ച് ശൈത്താന്മാരെ പുറത്തിറക്കിയ, ഉഖ്റജ് എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങുന്നതാണ് ഹുസൈൻ മടവൂർ എന്ന് റസൂല് പറഞ്ഞത്. അഹ്ലുസുന്നയുടെ ഒരൊറ്റ കുട്ടിക്ക് പോലും ലൈഫാന്ന് പറയാൻ പറ്റാത്ത ഹദീസ് ഞങ്ങളെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ, യെസ്, നിങ്ങളെപ്പോലുള്ള ഒരു മൊല്ലാക്കാരത് ഞങ്ങൾ സ്വീകരിക്കണോ ഡോക്ടർ ഹുസൈൻ മടവൂർ? സോറി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അതുകൊണ്ട് നമ്മുടെ ഗുരുവന്യന്മാർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ജിന്നു ചികിത്സാ വിദഗ്ധന്മാരെ ജിന്നുവാദം ഒഴിപ്പിക്കാൻ അയക്കാറുണ്ടായിരുന്നു. ഇപ്പൊ കേരളത്തിൽ ജിന്ന് ബാധിച്ച ചികിത്സകന്മാരുടെ റാഖിമാരുണ്ടോ? റാഖിമാർ ഇസ്ലാമിലുണ്ടോ? യെസ്. ഖത്തീബുമാർ ഇസ്ലാമിലുണ്ടോ? യൂണിവേഴ്സിറ്റി ഉണ്ടോ? ലൈബ്രറി ഉണ്ടോ? അതുപോലെ സംവിധാനങ്ങളുണ്ടോ? യെസ്. ഇസ്ലാമിന്റെ നിയമങ്ങളും ഇസ്ലാമിന്റെ സുന്നത്ത് നടപ്പാക്കുവാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പുകളൊക്കെ ഇസ്ലാമിൽ അനുവദിച്ചതാണ്. പറഞ്ഞ പോലെ ഇസ്ലാമില്ല. അങ്ങനെയാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇത്തരം ആളുകളെ ചികിത്സിക്കുവാൻ വേണ്ടിയിട്ട് വിദഗ്ധന്മാരെ അയക്കാറുണ്ടായിരുന്നു. അതിനായിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖ്യ ചെയ്യുന്ന റുഖ്യയെ കുറിച്ച് പറഞ്ഞെടുത്ത് മനിസ്തത അമിൻകും അൻ യഫഅഹു ഫൽയഫൽ എന്ന് പറഞ്ഞ ഹദീസ് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. യെസ് ഡോക്ടർ ഹുസൈൻ മടവൂർ, സോ പ്ലീസ് നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഖേദിക്കേണ്ടി വരും. ഓക്കെ. അടുത്തത് സഷാൽ ഷെയ്ഖ് അൽബാനി. എന്താ സഷാൽ ഷെയ്ഖ് അൽബാനി എന്നൊരു സംസാരം? യെസ്, തള്ളാൻ പറ്റുന്നിടത്തോളം തല്ലിയ ആളാണ് ഷെയ്ഖ് അൽബാനി. ആ അൽബാനിക്ക് പോലും തള്ളാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ സിൽസിലത്തിൽ ഹദീസ് സഹീഹ് എന്നല്ലേ 6ാം വാള്യത്തിൽ 999-ാമത്തെ പേജിൽ 2918-ാമത്തെ ഹദീസ് നമ്പറിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്തെന്നറിയോ? പിശാച് ബാധിക്കുകയില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ഷെയ്ഖ് അൽബാനി, വിശദമായ മറുപടി. ഡോക്ടർ ഹുസൈൻ മടവൂർ എൻ്റെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ. പിശാച് ബാധിച്ച ആളുകൾക്ക് മറുപടി കൊടുക്കൂല എന്ന് പിശാച് ബാധിക്കൂല എന്ന് പറഞ്ഞ ആളുകൾക്ക് ഷെയ്ഖ് അൽബാനി ശക്തമായ വായടപ്പൻ മറുപടി കൊടുത്തിട്ട് എഴുതിയ ഭാഗം ഷെയ്ഖ് അൽബാനിയുടെ ബുക്കിൻ്റെ പേരും പേജും ആ നമ്പറും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനിയോ ഷെയ്ഖ് ഹുസൈമി റഹിമത്തുള്ളാഹി തആല ഹിജ്റ 1421 ഇവിടെ അടുത്ത കാലത്ത് മരിച്ചുപോയ സൗദി അറേബ്യയിലെ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് അപസ്മാരം 2 ഇനമാണ്. സഅൻ 2 രീതിയിലാണ്. ഒന്ന്, മനുഷ്യന്റെ ശാരീരികമായ പ്രശ്നങ്ങളെ കൊണ്ടുണ്ടാകുന്നത്. രണ്ടാമത്തത് പിശാച് മനുഷ്യരിൽ പ്രവേശിച്ചാലുണ്ടാകുന്ന അപസ്മാരം. അദ്ദേഹം പറയുകയാണെന്ത്, ഇതിനെ നിഷേധിക്കുന്ന ആള്, ഈ ഇത്തരം പിശാച് ബാധയെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഒന്നുമില്ല അവരുടെ കയ്യിൽ, ഇല്ല ജഹല്, വിവരക്കേടല്ലാതെ ഒരു തെളിവ് അവരുടെ കയ്യിലില്ല. ഷെയ്ഖ് ഹുസൈമീനും ഷെയ്ഖ് ഇബ്നു ബാസും ഷെയ്ഖ് അൽബാനിയും ഇബ്നു കസീറും ഖുർത്തുബിയും ആലൂസിയും ഇമാം തബരിയും ഇബ്നു തൈമിയയും ഇമാം ഷിബിലിയും ഡോക്ടർ ബിലാൽ ഫിലിപ്പും ഇമാം ഇബ്നുൽ ഖയ്യിം ഒക്കെ പറഞ്ഞതിനൊക്കെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതിന് ഞങ്ങൾ തള്ളി
കോഴിക്കോട് പള്ളിയിലെ ഒരു ഖത്തീബായ നിങ്ങൾ ഇതെടുക്കണോ ഹുസൈൻ മടവൂർ? സോറി, വി കനോട്ട്. ഷെയ്ഖ് ഫൗസാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ എഴുതി സമാനമായി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എഴുതി. എന്തെന്നറിയോ? ഈ പിശാച് ബാധിക്കുക എന്നുള്ളതിന് തെളിവ് യദില്ലു അലൈഹിൽ ഖുർആൻ, അതിന് ഖുർആനാണ് തെളിവ്. യദില്ലു അലൈഹിം, പിന്നെ അദ്ദേഹം ജനങ്ങളുടെ അനുഭവ സാക്ഷ്യവും ദൃക്സാക്ഷ്യവും, മുഷാഹദത്ത്, ജനങ്ങളുടെ അനുഭവ സാക്ഷ്യവും അനുഭവ സാക്ഷ്യവും ഖുർആനും സുന്നത്തുമാണ് അതിനുള്ള തെളിവുകൾ. അദ്ദേഹം വേറെ സ്ഥലത്ത് 4 എണ്ണി പറയുന്നുണ്ട്: ഖുർആന്, സുന്നത്ത്, ജനങ്ങളുടെ അനുഭവ സാക്ഷ്യവും ദൃക്സാക്ഷ്യവും. അതുകൊണ്ട് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും സ്വീകരിക്കേണ്ടത് ഞങ്ങൾ ഇതുപോലുള്ള പണ്ഡിതന്മാരിൽ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂ. നിങ്ങൾ ഞങ്ങളെ മന്ത്രവാദികൾ എന്ന് വിളിച്ചോ ഒരു വിരോധമല്ല, നിങ്ങൾ എന്ത് വിളിച്ചോ ഒരു വിരോധമല്ല. ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ 34 വർഷമായിട്ട് ജിന്ന് ബാധ എന്ന വിഷയം ചർച്ചയ്ക്ക് വന്നതിന് ശേഷം ജിന്ന് ബാധ ഏൽക്കും എന്ന് വിശ്വസിച്ച ആളുകളുടെ എണ്ണമാണോ കൂടിയത്, അതല്ല ജിന്ന് ബാധ ഏൽക്കൂല എന്ന് പറഞ്ഞ ആളുകളുടെ എണ്ണമാണോ കൂടിയത്? ഡോക്ടർ ഹുസൈൻ മടവൂർ, ടേക്ക് യുവർ സ്റ്റാറ്റിസ്റ്റിക്സ്. ബിക്കോസ് ആളുകളുടെ ഉള്ളിൽ ആത്മാവ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിലത്ത് ഫിത്രത്ത് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതുകൊണ്ട് കിതാബും സുന്നത്തും വരുമ്പോൾ അതിനെ ഫിത്രത്തിൽ ഇസ്ലാമിലുള്ള ആളുകൾ അത് സ്വീകരിക്കും. അതുകൊണ്ട് ഇനിയും ഈ പോലുള്ള മണ്ടത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലീസ് നിങ്ങളോട് എനിക്ക് സഹകരിപ്പിക്കാനേ വേറൊന്നും പറയാൻ പറ്റില്ല. ലജ്നത്ത് ദായിമ സൗദി അറേബ്യയിലെ ഒഫീഷ്യൽ സ്കോളേഴ്സ് അസോസിയേഷനാണ്. അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖിന്റെ ലീഡർഷിപ്പ് ചെയർമാൻഷിപ്പിലുള്ള ലജ്നത്ത് ദായിമ. ആ ലജ്നത്ത് ദായിമ ഇതിനെ കുറിച്ച് പറഞ്ഞ ഡസന് കണക്കെന്ന് ഡോക്ടർ ഹുസൈൻ മടവൂർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ആ ലജ്നത്ത് ദായിമ തെളിവ് ഉദ്ധരിക്കുന്നു. ആരെ? ഈ മേൽ പറഞ്ഞ തുബരിയെ. ഈ ലജ്നത്ത് ദായിമ ഇതിന് ഉത്തരം പറയുന്ന സമയത്ത് പറയാണ്: ലജ്നത്ത് ദായിമ തുബരിയെ, ഖുർത്തുബിയെ, ഷൗക്കാനിയെ, ആലൂസിയെ, അതുപോലെ ഇബ്നു തൈമിയെ, ഇബ്നുൽ ഖയ്യിമിനെ, അതുപോലെ ഇമാം ഷിബിലിയെ ഉത്തരം പറയുന്നു. പണ്ഡിത സഭ നമ്മളെ നാട്ടിലെ നമ്മളെ മർക്കസ് ദാവയിലുള്ള പണ്ഡിത സഭ പോലത്തൊന്നും അല്ലത്. നമ്മളെ നമ്മളെ കേരളത്തിലെ KJU ഇല്ലേ, അതേമാതിരിയുള്ളൊരു KJU അല്ല അത്. മനസ്സിലായല്ലോ? അത് അറിവുള്ള പണ്ഡിതന്മാരുടെ ലോകത്തുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിത സഭയാണെന്ന് വിശാലമായിട്ട് പറയുന്നു. അതിനുള്ള ചികിത്സ പറഞ്ഞു കൊടുക്കുന്നു. ചികിത്സിക്കുന്ന സമയത്ത് എങ്ങനെ ചികിത്സിക്കണം, എങ്ങനെ ചികിത്സിക്കരുതെന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു. അതുപോലെ ഇതേ വിഷയങ്ങൾ പബ്ലിഷ് ചെയ്തൊരു ബുക്കുണ്ട് മദീന യൂണിവേഴ്സിറ്റിയിലുള്ള ലൈബ്രറി വിങ് പുറത്തിറക്കിയൊരു പുസ്തകം. റൊക്കിയ അതിൻ്റെ കൈഫിയത്തുകൾ വിശദീകരിക്കുന്ന ബുക്ക്. അതിൽ എടുത്തുദ്ധരിക്കുന്നു പിശാച് ബാധിച്ചവർക്കുള്ള ചികിത്സ എങ്ങനെയാണെന്നുള്ളത്. അത് നമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ഏതൊക്കെ ആയത്തുകളാണ് ഓതേണ്ടത്, അവിടെ അതിൻ്റെ രീതി എന്തായിരിക്കണം, ആ റൊക്കിയ ചെയ്യുന്നതിൻ്റെ ഷർത്തുകൾ എന്തായിരിക്കണം. ഡോക്ടർ ഹുസൈൻ മടവൂർ, സോറി, വി cannot accept your words. ഡോക്ടർ ബിലാൽ ഫിലിപ്പ്, അദ്ദേഹം PhD എടുത്ത വിഷയം ഇതായിരുന്നു. ആ വിഷയത്തിൽ ഡോക്ടർ ബിലാൽ ഫിലിപ്പ് എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ റിസാല ഫിൽ ജിന്ന എന്ന പുസ്തകം അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക്. സോ അൾട്ടിമേറ്റ്ലി സൗദി അറേബ്യയിലെ കിങ് സൗദി യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു വിങ്ങിൽ അൽ ഹബീബ് എന്ന് പറയുന്ന ഒരാൾ ജിന്നുബാധയും സിഹറും സൗദി അറേബ്യയിൽ ഉള്ളൊരു റിസർച്ച് നടത്തി. അതിൽ എത്ര പെർസെൻറ്റേജ് ആളുകൾ പിശാച് ബാധയുള്ള ആളുകൾ ഉണ്ടായാൽ അവർ റൊക്കിയ കൊണ്ട് ചികിത്സിക്കുന്നവരെങ്ങനെയുണ്ട്, അല്ലാത്തവരെങ്ങനെ ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ഗവേഷണം, ഒരു PhD, ഒരു തീസിസ് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഇത്രത്തോളം വ്യക്തമായി ഉണ്ടാകുമ്പോൾ സോറി ഹുസൈൻ മടവൂർ, സോറി, വി cannot accept your words. വി ജസ്റ്റ് സ്ക്രാപ്പ് ഇറ്റ്. അതുകൊണ്ട് ഇനി തിരിച്ചങ്ങോട്ട് പറയാം. ഈ വിഷയത്തിൽ ആരാണ് ഇതിനെ നിഷേധിച്ചത്? പിശാച് ബാധയെ മുസ്ലിം ഉമ്മത്തിൽ നിഷേധിച്ചതാരാ? ഇതുപോലുള്ള വിവരദോഷികൾ. ഏതെങ്കിലും മലയാള പരിഭാഷ വായിച്ച് അത് ഏതെങ്കിലും ഒരു മിമ്പർമ കയറി അതിന് ശമ്പളവും വാങ്ങി അങ്ങനെ തട്ടിയൊപ്പിച്ച് ജീവിക്കുന്നവന്മാര് തന്നെ അതിൽപ്പെട്ട ആ പോലുള്ള ആളുകളാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല പറയുന്നു,
ഇതിനെ നിഷേധിച്ചിരുന്ന ആളുകൾ ആരാന്നറിയോ? ഇമാം അബൂബക്കർ റാസി അൽ ജസ്സാസ് മുഅ്തസില വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുസ്ലിം അയിമത്തിൽ നിന്ന് ആരും എന്തില്ല ഇത് നിഷേധിച്ചിട്ടില്ല. വകദാലിക ദുഖൂൽ ജിന്ന് ഫീ ബദനിൽ ഇൻസാൻ സാബിത്തുൻ ബികിതാബിൽ ബിത്തിഫാഖിൽ അയിമത്തിൽ അഹ്ലി സുന്നത്തുൽ ജമാഅ. അഹ്ലി സുന്നത്തുൽ ജമാഅത്തിന്റെ ഇജ്മാഉള്ള വിഷയമാണ് ഡോക്ടർ ഹുസൈൻ മടവൂർ പിശാച് മനുഷ്യന്റെ ശരീരത്തിൽ കയറും എന്നുള്ളത്. അഹ്ലി സുന്നത്തുൽ ജമാഅത്തിന്റെ ഇജ്മാ ഉണ്ട്. ഇജ്മാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇമാമിങ്ങൾ, മുഫസ്സിരീങ്ങൾ, അതുപോലെ ഹാഫിദീങ്ങൾ അവർ ഏകോപിച്ച് പറഞ്ഞ അഭിപ്രായത്തെയാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഇജ്മാ എന്ന് പറയുന്നത്. അതിൽ ഇമാമിങ്ങളായി അംഗീകരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഹാഫിദീങ്ങളായ ആളുകൾ, അല്ലെങ്കിൽ മുഹദ്ദിസീങ്ങളായിട്ടുള്ള ആളുകൾ എതിരഭിപ്രായം പറഞ്ഞാൽ എത്ര ആൾ പറഞ്ഞു എന്നതിന് നോക്കിയിട്ട് അതിനാണ് ഇജ്മാ ഒക്കെ തീരുമാനിക്കുക. അതുകൊണ്ട് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഇജ്മാ ഉള്ള വിഷയമാണ്. അതിനെതിരെ നിങ്ങളൊരു വല്ലാക്ക പറഞ്ഞാൽ സോറി, വിത്ത് ഓൾ യുവർ റെസ്പെക്ട് വി കാനോട്ട് അക്സെപ്റ്റ് ഇറ്റ്. ഇതിൽ മുഅ്തസില വിഭാഗത്തിൽപ്പെട്ട ജുബായിയെ പോലെ ഇമാം ജബായി, അതുപോലെ ഇമാം റാസി അബൂബക്കർ റാസി അൽ ജസ്സാസ് പോലെയുള്ള ആളുകൾ മുഅ്തസില ചിന്താഗതിക്കാരുള്ള ആളുകളാണ് ഇത് നിഷേധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് താങ്കൾക്ക് വയസ്സുപ്രായക്കായില്ലേ, അസുഖമൊക്കെ വരാൻ തുടങ്ങിയില്ലേ, മരുന്നും ഗുളികയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ആയത്ത് ഓതിത്തരാം. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന വല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ. മീനിങ് ഒക്കെ പറഞ്ഞല്ലോ. ചെറിയ മുണ്ടത്തിന്റെ പരിഭാഷയിൽ എടുത്തിട്ട് 4-ാമത്തെ സൂറത്ത് നിസായിലെ 115-ാമത്തെ ആയത്തിന്റെ അർത്ഥം ചെറിയ മുണ്ടത്തിന്റെ പരിഭാഷയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഇനി എങ്ങനെയാണ് ഇത് ബാധിക്കുമെന്ന സമയത്ത് ഇതിന്റെ പ്രായോഗിക തലം ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത ക്ലിപ്പിൽ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.